SSLC ഓണപരീക്ഷയ്ക്ക് കെമിസ്ട്രിയിൽ എത്ര ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സാമിന് വരിക? ഇപ്പോഴും കുഞ്ഞുങ്ങൾ കൺഫ്യൂഷനിലാണെന്നറിയാം. കാരണം വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ കൃത്യമായിട്ട് കേട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല പോലെ പഠിച്ചു തുടങ്ങുക മക്കളെ. യെസ്, അപ്പൊ ആദ്യം പറയാനുള്ളത്, ഇത്തവണ ഓണം എക്സാം നേരത്തെയാണ് അല്ലെ? ഓണം നേരത്തെ ആയതുകൊണ്ട് തന്നെ ഓണപരീക്ഷയും നേരത്തെ എത്തി. അപ്പൊ തേർഡ് ചാപ്റ്റർ, അതാണ് SSLCയിലെ പ്രധാന പ്രശ്നം. നമുക്കറിയാം ആദ്യത്തെ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓർഗാനിക്കിന്റെ 2 ചാപ്റ്റേഴ്സും മുഴുവനും ഒരു വരി പോലും വിടാതെ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം. അതിന് വേറെ അപ്പീലില്ല. ആ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എക്സാമിന് ഉണ്ടാവും. തേർഡ് ചാപ്റ്ററിന്റെ കാര്യത്തിലാണ് നമ്മളിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് ചാപ്റ്റർ ആണോ മൂന്നാമത്തെ ചാപ്റ്റർ, കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറിയിരുന്നു, അതുകൊണ്ട് ചാപ്റ്റേഴ്സിന്റെ ഓർഡർ മാറിയിരുന്നു. എന്നാൽ പോലും ഏത് വർഷത്തെ ഓണപരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും മൂന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ? മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഒരു പകുതി ഭാഗം അല്ലെങ്കിൽ കാൽ ഭാഗമൊക്കെയാണ് എക്സാമിന് വന്നുകൊണ്ടിരുന്നത്. അപ്പോ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ പഠിക്കണോ വേണ്ടയോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി എത്ര സമയമാണ് നിങ്ങൾ കെമിസ്ട്രിയിൽ മാറ്റി വെക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് മിസ് പറഞ്ഞു തരാൻ പോവാണ്. ആദ്യം നമുക്ക് നമ്മുടെ സ്കീം ഓഫ് വർക്ക് നോക്കാം. സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് ഓർഗാനിക്കിന്റെ ആദ്യ ചാപ്റ്റർ ജൂണിൽ തീർക്കണം, രണ്ടാമത്തെ ചാപ്റ്റർ ജൂലൈയിൽ തീർക്കണം, ഓഗസ്റ്റിലാണ് മൂന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ക്രമാവർത്തന പ്രവണത, ആ ഒരു എന്താണ് പോർഷൻ വരെയുള്ളത് ഓഗസ്റ്റ് മാസമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആസ് പെർ ദി സ്കീം ഓഫ് വർക്ക്. അപ്പോൾ സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് ഈ ഒരു സാധനം ഓഗസ്റ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാ. അതിനുശേഷം സെപ്റ്റംബറിലാണ് പീരിയോഡിക് ടേബിളിന്റെ ബാക്കിയുള്ള പോർഷൻസ് നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് കൊടുത്തിരിക്കുന്ന സ്കീം ഓഫ് വർക്ക് അനുസരിച്ച്. അതായത് ഒരിക്കലും ഓഗസ്റ്റിൽ ഈ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവത്തുമില്ല, എൻ്റെ പകുതിയെ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അത് മാത്രമല്ല ഓഗസ്റ്റ് ആദ്യ ആഴ്ച തന്നെ എക്സാം അല്ല, സെക്കൻഡ് വീക്ക് തന്നെ അല്ലെ, ആദ്യ ആഴ്ച അല്ല, ആദ്യ ആഴ്ചയോടെ ക്ലാസ്സുകൾ അവസാനിച്ച് സെക്കൻഡ് വീക്കോട് കൂടി തന്നെ എക്സാം തുടങ്ങുകയാണ്. അപ്പൊ തേർഡ് ചാപ്റ്ററിന്റെ ഒരു കാൽ ഭാഗം മാത്രം നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ഏറി വന്നാൽ ഒരു അരഭാഗം, അത്ര മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ തവണ മാത്തമാറ്റിക്സിലൊക്കെ ചില ഇത് വന്നിരുന്നു, അതായത് ഈ ചാപ്റ്റർ ഇത്രയേ വരൂ എന്ന് പറഞ്ഞിട്ടും അതിന് അപ്പുറം ചോദിച്ചിരുന്ന എക്സാമുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ കൂടി നമ്മൾ ഏത് ഭാഗം വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയാം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് ചോദ്യങ്ങൾ വന്നു ആൻഡ് ഏത് ഭാഗം വരെയാണ് ചോദിച്ചതെന്നാണ് മിസ് പറയാൻ പോകുന്നത്. മക്കളെ, ആദ്യത്തെ സെഷനിൽ 4 ചോദ്യങ്ങളാണുള്ളത് ഓരോ മാർക്കിന്റെ. ഇതിൽ 4ാമത്തെ ചോദ്യം പീരിയോഡിക് ടേബിളിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് ഉറപ്പായും നഷ്ടപ്പെടും. ഫുൾ മാർക്ക് ഒരിക്കലും കിട്ടില്ല, 40 ഔട്ട് ഓഫ് 40 കിട്ടില്ല. കാരണം എന്തായാലും ഇതിൽ ഒരു ചോദ്യം 3ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാതെ പോയവർക്ക് ഫുൾ മാർക്ക് ഉറപ്പായാലും കിട്ടില്ല, അത് ഉറപ്പിച്ചു. ആൻഡ് അടുത്തത്, പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് സെക്കൻഡ് സെഷനിൽ ചോദ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തേർഡ് സെഷനിൽ, അതായത് 3 മാർക്കിന്റെ സെഷനിലാണ് പിന്നീട് ഈ ഒരു തേർഡ് ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നത്. 3 മാർക്കിന്റെ ഒരു ചോദ്യം വന്നു. ഓക്കെ, 3 മാർക്കിന്റെ ഒരു ചോദ്യം. എന്നാൽ 4 മാർക്കിന്റെ അടുത്ത സെഷനിലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മാർക്കിന്റെ ഒരു ചോദ്യവും 3 മാർക്കിന്റെ ഒരു ചോദ്യവും ചേർത്ത് 4 മാർക്കിന്റെ ചോദ്യം ഉറപ്പായും ഈ ചാപ്റ്ററിൽ നിന്നാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. അപ്പൊ ഈ വർഷവും എന്താണ്, 4 മുതൽ 6 വരെ മാർക്കിന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും A+ കിട്ടാനുള്ള സാധ്യത തന്നെയാണ്. കാരണം 4 മാർക്കിനാണ് കഴിഞ്ഞ വർഷം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നത്. എന്നാൽ കൂടി റിസ്ക് എടുക്കേണ്ട, അതാണ് ഞാൻ പറയാ. നിങ്ങൾ ഒരു അയണൈസേഷൻ എൻതാൽപ്പി ആ ഒരു പോർഷൻ വരെ, പീരിയോഡിക് ട്രെൻഡ് വരെയെങ്കിലും മക്കൾ പഠിച്ചു വെച്ചേക്കുക. കാരണം റിസ്ക് എടുക്കണ്ട. കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് ചോദ്യം വന്നത് ഒന്ന് ക്വാണ്ടം നമ്പേഴ്സിൽ നിന്നായിരുന്നു. ക്വാണ്ടം നമ്പേഴ്സ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ല പോട്ടെ, അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഈ ക്വാണ്ടം നമ്പേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിച്ചു. ഹൗ മെനി ഓറിയന്റേഷൻസ് ആർ പോസിബിൾ എന്ന് ചോദിച്ചു. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് തന്നെ ചോദ്യം വന്നിരുന്നു. എത്ര ഓറിയന്റേഷൻസ് പോസിബിൾ ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വന്നിരുന്നു. ഷെൽ നൊട്ടേഷനും സബ്ഷെൽ നൊട്ടേഷനും ഒക്കെ റെപ്രസെന്റ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് ആണ് പ്രധാനമായും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ടോപ്പിക്. പിന്നെ ഗ്രൂപ്പ് പീരീഡ് ഐഡന്റിഫിക്കേഷനും പഠിച്ചു വെക്കുക. കാരണം കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ഓർമ്മയിൽ ആ ഒരു പോർഷനിൽ നിന്ന്, ആ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പൊ ഇനി ഈ ചാപ്റ്റർ ഒരിക്കലും ഒഴിച്ചു വിടരുത്. റിസ്ക് ആണ്. കാരണം 4 മാർക്കിന്റെ ചോദ്യം എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാവും. അതിൽ കൂടുതൽ മാർക്കിന് വന്നാൽ അത് നമ്മുടെ A+നെ അഫക്ട് ചെയ്യും.
എന്നാൽ അതിൽ കൂടുതൽ മാർക്കിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ഒരു 6 മാർക്കിന് വന്നാൽ നമ്മൾ വിട്ടു, നമ്മുടെ A+ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ റിസ്ക് എടുക്കണ്ട. ഈ ചാപ്റ്ററിന്റെ പകുതി പോർഷൻസ് വ്യക്തമായും കൃത്യമായും പഠിച്ചിട്ട് ഓണം എക്സാമിന് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ.